പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, നമ്മുടെ ടാലി എന്ന് പറയുന്ന ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ടാലി. അതിപ്പോൾ അതിൻ്റെ വേർഷൻ ഒന്നുകൂടി വിപുലീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വേർഷനെ ഒരു ടാലി പ്രൈം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ടാലി പഴയത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടാലി പ്രൈമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരറിവില്ല എന്ന് മാത്രമല്ല, കാരണം ഇതിൽ കുറേ മാറ്റങ്ങൾ ടാലി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവർ പറയപ്പെടുന്ന അവകാശവാദങ്ങൾ, ഇത് ഭയങ്കര ഫാസ്റ്റാണ്, ക്വിക്കാണ്, അതേപോലെ തന്നെ നമുക്ക് നൊടിയിടയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുകയും അതേപോലെ ഈ ടാലിക്ക് ഉണ്ടായിരുന്ന കുറേ പോരായ്മകളെ പരിഹരിക്കുന്നുണ്ടോ എന്നും കൂടിയാണ് ടാലി സൊല്യൂഷൻ നമ്മളോട് പറയേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ടാലി പ്രൈം ഓരോ കമ്പ്യൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മിനിമം വിൻഡോസ് 7 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ തീർച്ചയായും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൂടാതെ തന്നെ ഇത് 62 ബിറ്റ് വിൻഡോസിൽ മാത്രമേ വർക്കും ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും റാം 4GB റാം നമ്മൾ എന്തായാലും കണ്ടിരിക്കണം എന്നർത്ഥം. പക്ഷേ 2GB കിട്ടും. പക്ഷേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു എഫക്റ്റ് അതിൽ നിന്നും കിട്ടണം എന്നില്ല. നമുക്ക് ആദ്യം ഈ ടാലിയുടെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പുതുതായി വന്നതുകൊണ്ട് ആദ്യം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് വന്നത് പ്രൈം തന്നെയാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിലും ഡബിൾ ക്ലിക്ക് ചെയ്യും. രണ്ടും റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളിവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ ആൾ ഇവിടെ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടും കൂടി റൺ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം ലേശം ഹാങ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ ടാലി വന്നിരിക്കുകയാണ്. പുതിയ ടാലി ഇപ്പോഴും ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോ പ്രിക്കോഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ, ഓപ്പണിംഗ് സ്പീഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഴയ ടാലി തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഇതാണ് പ്രൈമിൻ്റെ ഓപ്പൺ ആയ സമയത്ത് തന്നെ ഒരു ഫുൾ സ്ക്രീനിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പഴയ ടാലി ഒരു പ്രീ സെറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രീനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമൈസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ ഫുൾ സ്ക്രീൻ വേണ്ട, നമുക്ക് മാക്സിമൈസിൽ തന്നെ അത് പോട്ടെ. ഇത് നമുക്കൊന്ന് ചെറുതാക്കാം. ഇതാണ് ഓപ്പണായി വന്നിരിക്കുന്ന ടാലിയിൽ നമുക്ക് തുടക്കത്തിൽ കാണുന്ന വിൻഡോ. ഇത് ഞാനിപ്പോൾ ലൈസൻസിലുള്ള വേർഷൻ അല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മെയിൻ മെനു. ഇതിലും അതേപോലെ തന്നെ ഇത് ലൈസൻസ്ഡ് കോപ്പിയാണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ലൈസൻസ്ഡ് കോപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് കോപ്പിയിലേക്ക് ഉള്ള ഒന്നെങ്കിൽ യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മീൻസ് നമ്മുടെ ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് സെർച്ച് ചെയ്ത് എടുത്തോളും. പക്ഷേ പഴയ ടാലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗേറ്റ്വേയിൽ പോയി അവിടെ നിന്നും, ഇതിലിപ്പോൾ നെറ്റ്വർക്കിലൊന്നും കണക്റ്റഡ് അല്ല, എനിക്കൊരു വേർഷനിലേക്കും മാറാനും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഹോസ്റ്റ് നെയിമും പറയുന്നുണ്ട്. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടു, അതായത് ഓട്ടോ സെർച്ച് ആയിരുന്നു വന്നിരുന്നത്. നമുക്ക് നോക്കാം, ലൈസൻസ്ഡ് അല്ലാത്ത കോപ്പിയിൽ നമുക്ക് ഇതിലെങ്ങനെയാണ് നമുക്ക് എക്സിസ്റ്റിംഗ് ലൈസൻസിലേക്കുള്ള നെറ്റ്വർക്കിലുള്ള ഒരു സെർവറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം, കിട്ടുമോ എന്ന്. ഞാൻ പുതിയ ടാലിയും ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നു. കണ്ടിന്യൂ വിത്ത് എഡ്യൂക്കേഷൻ മോഡ്. ഓക്കെ, ഇതിൽ മാക്ടെക് എന്ന് പറയുന്ന ഒരു കമ്പനി മൈഗ്രേഷൻ റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്.
ഈ മൈഗ്രേഷൻ റിക്വയർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ടാലിയിൽ വന്ന ഒരു ഫെസിലിറ്റിയാണ്. ഫെസിലിറ്റി ഒന്നും പറയാൻ പറ്റില്ല. അതായത് മൈഗ്രേഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഈ ടാലി നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഈ ഒരു കമ്പനിയിലെ ഡാറ്റ ഈ പുതിയ ടാലിയിൽ ഇതുവരെയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈഗ്രേഷൻ ചെയ്യണം. അതായത് നമ്മൾ ഓരോ ബാക്കപ്പ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാതിരിയൊക്കെയുള്ള പ്രോസസ്സാണ്. പക്ഷേ തീർത്തും അതേ രീതിയിലല്ല. അപ്പോൾ ഇതിന് മൈഗ്രേഷൻ റിക്വയർഡ് എന്നാണ് പറയുന്നത്. ഇതിലേക്ക് എടുക്കുന്നതിന് ഒന്നുമില്ല. അത് എൻ്റർ ചെയ്തതിന് ശേഷം മൈഗ്രേറ്റഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ പുതിയ ടാലിയിലുള്ള ആ ഫോൾഡർ ലൊക്കേഷനിലേക്ക് അത് ഒരു കമ്പനിയായിട്ട് ക്രിയേറ്റ് ആയിട്ട് അത് വരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് മൈഗ്രേഷൻ വേണ്ട. നമുക്ക് ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെയായിട്ട് പാത്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ഡാറ്റ പാത്ത് നെയിം, പക്ഷേ നമ്പർ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ എന്തോ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡാറ്റ പാത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് തോന്നുന്നു. പക്ഷേ സെർച്ചിന് സെലക്ട് ഫ്രം ഡ്രൈവ്, നമുക്ക് ഡ്രൈവിൽ നിന്നും ഡാറ്റ എടുക്കാം. റിമോട്ട് കമ്പനി അല്ലെങ്കിൽ സ്പെസിഫൈ പാത്ത്, നമുക്കിവിടെ വേണമെങ്കിൽ ഏത് ഫോൾഡറാണെന്നുള്ളതിന് ആ ഫോൾഡർ നെയിമാണ്. അതായത് കമ്പനിയിലെ ഡാറ്റ അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ പഴയ ടാലിയിലേക്ക് വരുന്ന സമയത്ത് സെലക്ട് കമ്പനി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. സെലക്ട് കമ്പനിയിൽ നമുക്ക് ഡ്രൈവിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതാണ് ഈ പഴയ ടാലിയിൽ ഒരു മാക്ടെക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയെ ഈ പുതിയ കമ്പനിയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യണമെന്നായിരുന്നു നമ്മളോട് നേരത്തെ ചോദിച്ചിരുന്നത്. സോ നമുക്ക് ഇനി അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ റിമോട്ട് ലോഗിൻ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ, ക്വിറ്റ് എന്നിങ്ങനെ ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായെന്നുള്ളത് നമുക്ക് സെലക്ട് കമ്പനി എന്നുള്ളത് അവർ നേരെ സെലക്ട് റിമോട്ട് കമ്പനി അല്ലെങ്കിൽ സ്പെസിഫൈ പാത്തിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സെലക്ട് കമ്പനി എന്നുള്ളൊരു വാക്ക് ഒഴിവാക്കി അതിനുള്ളിലുള്ള കാര്യം നമുക്ക് അവർ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ. അതേപോലെ ബാക്കപ്പ്, റീസ്റ്റോർ ഇത് രണ്ടിനും അവർ മാറ്റിയിട്ടുണ്ട്. പകരം ബാക്കപ്പ്, റീസ്റ്റോറിന് ഇതിൽ വേറെ ഇമ്പോർട്ട്, എക്സ്പോർട്ട് എന്നിങ്ങനെയുള്ള കോൺഫിഗറേഷൻ എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയെന്ന് തോന്നുന്നു. ബാക്കപ്പ് പിന്നെ ഈ ഒരു ടാലിയുടെ ടാലിയുടെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് കണ്ടത് ഈ ഗോ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഉദാഹരണം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് എടുത്ത് സെയിൽസ് രജിസ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു സെയിൽസിൽ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ആവശ്യം വന്നു പർച്ചേസിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെക്ക് ചെയ്യണം. നമുക്ക് ഇതൊന്ന് എസ്കേപ്പ് അടിച്ച് പോവുക അല്ലാതെ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ടാലി തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയാവുന്ന സമയത്ത് നമുക്കൊരു സമയ ലാഗ് വരുന്നുണ്ട്. പക്ഷേ ഈ പുതിയ ടാലിയിൽ വലിയൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഗോ ടു എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഗോ ടു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കൂടി, അതായത് നമുക്ക് പർച്ചേസ് രജിസ്റ്ററോ അതേപോലെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള കറണ്ട് വിൻഡോ ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൽ പോയി നമുക്ക് അതിലുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വരാനും നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഇനി നമുക്കൊരു രണ്ട് ടാലിയിലും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് കമ്പനി, ഇത് കുറേ നമ്മുടെ പഴയ ടാലിയിൽ നിന്നും മിസ്സായ പോലെ നമുക്കൊരു ഫീല് വരുന്നുണ്ട്. സെലക്ട് കമ്പനി, ക്രിയേറ്റ് കമ്പനി, മുകളിൽ പാത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്.
കൊടുത്ത് ഏത് പാത്തിലാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ബാക്ക് നോക്കുക. അഡ്രസ് ഇന്ത്യ സ്റ്റേറ്റ് പിൻകോഡ് കേരള പിൻകോഡ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 670040. ഇതാണ് പീരീഡ്, ഫിനാൻഷ്യൽ പീരീഡാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് പഴയതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ UK, നോ, ഇന്ത്യ, കേരള. പക്ഷേ ഇതിൽ നമ്മളോട് നേരെ റീജിയനാണ് ഇതിൽ ചോദിക്കുന്നത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് വേണം ഇതിലേക്ക് വരാൻ. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ഇന്ത്യ സെലക്ട് ചെയ്യുന്നതിന് ശേഷം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്നത് സാധാരണ പോലെ തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് ഫിനാൻഷ്യൽ പീരീഡ് അത് ഏത് മുതലാണ് ഏത് വരെയാണുള്ളത് അത് ഇതിൽ കൊടുക്കാം, സെയിം തന്നെ. ഇനി ഒരു അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിയാണ്. അതായത് നമുക്ക് അഡ്മിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സെക്യൂരിറ്റി കൺട്രോൾ സിസ്റ്റം അത് ടാലി വേറെ ഏതൊക്കെയോ മാറ്റിയിട്ടുണ്ട് പ്രൈമിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അഡ്മിൻ പാസ്വേഡൊക്കെ കൊടുത്ത് നമുക്കൊരു സെക്യൂരിറ്റി കൺട്രോൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് ചെക്ക് ചെയ്യാം അത് എവിടെയാണ് കൊടുത്തത് എന്നുള്ളത്. നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഏത് കറൻസിയാണ്, അതേപോലെ അതിൻ്റെ ഏതാണ് അതിൻ്റെ കറൻസി സിമ്പിൾ എന്നുള്ള കാര്യങ്ങളാണ് കുറിച്ചാണ് ചോദിക്കുന്നത്. സെക്യൂരിറ്റി കൺട്രോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ സേവ് ചെയ്യണം. ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ആയി വന്നിരിക്കുക. നമ്മൾ പഴയ ടാലിൽ നമുക്ക് പഴയതിൽ ക്രിയേറ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ക്രിയേറ്റ് കമ്പനി. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ പേര് വന്നിട്ട് ഷോ മോർ ഫീച്ചേഴ്സ് യെസ് മെയിൻറ്റെയിൻ. ഇതിൽ നിന്നാണ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഓരോന്നായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓൺലി ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇൻവെൻട്രി യെസ്, ഡിസ്കൗണ്ട് യൂസ് ഡിസ്കൗണ്ട് കോളമിന് ഇൻവോയ്സ്. കുറേ F11 ഫീച്ചറിൽ കൊടുത്ത കുറേ കാര്യങ്ങൾ നമ്മളെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ടാക്സേഷൻ്റെ കാര്യത്തിൽ ടി സി എസ് ഇപ്പോൾ വരുന്ന മിക്ക പർച്ചേസ് ബില്ലുകളിലും 50 ലക്ഷത്തിൻ്റെ മുകളിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ബില്ലുകളിൽ ഉണ്ടാവുന്ന സാധനമാണ്. അതുകൊണ്ട് TCS അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് പാൻ നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അതേപോലെ നമ്മൾ 50 ലക്ഷത്തിന് മുകളിൽ ഒരു പാർട്ടിക്ക് ബില്ലടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ TCSൻ്റെത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ എന്താ പറയുക, നമുക്ക് കുറേ കൺഫ്യൂഷൻസും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞതാണ് TCSൻ്റെ കേസ്. കാരണം അതിൻ്റെ മുകളിൽ GST ആഡ് ചെയ്യാൻ പറ്റില്ല. GST അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ TCSൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വലിയൊരു വീഡിയോ പിന്നീട് ഒരിക്കൽ നമുക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് തന്നെ ആദ്യം ഒരു ധാരണയിലെത്തട്ടെ അവർ, അതിനുശേഷം നമുക്ക് ശരിയായിട്ട് അത് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ അഡ്രസ്, അതായത് ബില്ലടിക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഒരു ലെഡ്ജറിൽ മൾട്ടിപ്പിളായിട്ട് നമുക്ക് അഡ്രസ്സുകളിലേക്ക് സാധനം സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യെസ് കൊടുക്കുക. മോഡിഫൈ വൗച്ചർ അത് യെസ് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, കമ്പനി ഡാറ്റ, നമ്മളങ്ങനെ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 2 കമ്പനിയും ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലുള്ള വ്യത്യാസങ്ങൾ നോക്കുന്ന സമയത്ത് അക്കൗണ്ട്സ് ഇൻഫോ, ഇൻവെൻട്രി ഇൻഫോ എന്ന് നമുക്ക് ആദ്യം മാറ്റി തന്നിരുന്ന ഒരു സാധനം, അതായത് അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ്
ഇൻഫോയും ഇൻവെൻട്രി പരമായ കാര്യങ്ങളൊക്കെ ഇൻവെൻട്രി ഇൻഫോയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻവെൻട്രി ഇൻഫോയും അക്കൗണ്ട്സ് ഇൻഫോയും കൂടി മെർജ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ വന്നിരിക്കുന്ന ക്രിയേറ്റ് ആൾട്ടർ ക്രിയേറ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ പഴയ ടാലിയിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ഇതിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കാര്യങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, സെയിം തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാത്ത് അവർ മാറ്റം വരുത്തിയിരിക്കുകയാണ് എന്നാണ് സാരം. നമുക്ക് അടുത്ത ലെക്ചർ സെയിം തന്നെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ഗ്രൂപ്പ്സിന് ചെയ്തിട്ട്, അതായത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 ഓപ്ഷൻ തന്നു. ഗ്രൂപ്പ്, അതേപോലെ ലെഡ്ജേഴ്സ്, വോച്ചർ ടൈപ്സ്, ഇങ്ങനെയുള്ള 3 ക്രിയേറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും ഒക്കെ നമ്മൾ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ക്രിയേറ്റ്, ഡിസ്പ്ലേ, ആൾട്ടർ. ആ ഒരു കാര്യത്തെ അവർ ഗ്രൂപ്പ്, ലെഡ്ജർ, കറൻസി എന്നിങ്ങനെയുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ എന്താണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പുതിയൊരു ടാലി എത്തിച്ചേരുകയാണ് ഉണ്ടായിരിക്കുന്നത് തോന്നുന്നു. അതേപോലെ ആൾട്ടറേഷൻ മോഡിൽ ആൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച കുറേ പാത്തുകൾ നമുക്ക് ഒഴിവായി പകരം എന്താ പറയുക, എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്ത് ക്രിയേറ്റ് ചെയ്യണം, ലെഡ്ജർ. അപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലെഡ്ജറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇൻവെൻട്രിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്, സ്റ്റോക്ക് യൂണിറ്റ് ലൊക്കേഷൻ, പിന്നെ TCSൻ്റെ കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. GST ഡീറ്റെയിൽസ്, ഇവിടെയാണ് നമുക്ക് GSTയുടെ ക്രിയേഷനെ കുറിച്ച്, അതായത് നമ്മുടെ GST നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പഴയ ടാലിയിൽ F11 ഫീച്ചർ ഇത് കൊടുത്താലായിരുന്നു, ഇങ്ങനെ കൊടുത്താൽ വരുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ വന്നിരുന്നൊരു കാര്യം ഒറ്റയടിക്ക് അവർ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ഒരർത്ഥത്തിൽ വളരെ ഉപകാരപ്രദമായ ടാലി രജിസ്ട്രേഷൻ, GST നമ്പർ. പക്ഷേ അതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതായത് ടാലി പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറിയ സമയത്ത് കുറേ ഷോർട്ട് കട്ട് കീസ് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാതെ, അതായത് എല്ലാം കൂടി നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ക്രിയേറ്റ് എന്ന ഓപ്ഷനിലും എന്തൊക്കെ ആൾട്ടർ ചെയ്യണം എന്നുള്ളത് ആൾട്ടർ ഓപ്ഷനിലും കൊടുക്കുകയാണ് ചെയ്തത്. എന്നൊരു അനുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. കാരണം ക്രിയേറ്റ്, ആൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പുതിയൊരു സംഭവമാണ്. എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. ലെഡ്ജർ, ഇത് നമ്മളുടെ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് പഴയ ടാലിയിൽ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് പോയി കഴിഞ്ഞാലായിരുന്നു നമുക്കത് കിട്ടുക. അതിന് അവരൊന്ന് സിംപ്ലിഫൈ ചെയ്തു. അതായത് നമുക്ക് ഗേറ്റ് വേ ടാലി തന്നെ അവർ കൊടുത്തിരിക്കുകയാണ്. വൗച്ചർ, ഇതിൽ നമുക്ക് വൗച്ചർ എൻട്രി കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല തോന്നുന്നു. കാരണം അക്കൗണ്ടിങ് വൗച്ചർ, ഇൻവെൻട്രി വൗച്ചർ എന്ന് പറഞ്ഞ് നമുക്ക് എന്താ പറയുക, അത് ഓൾറെഡി തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അധികം മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വൗച്ചേഴ്സ് ഉള്ളത് അക്കൗണ്ടിങ് വൗച്ചർ, ഇൻവെൻട്രി വൗച്ചർ എന്നുള്ള
വൗച്ചർ ക്ലാസിഫിക്കേഷനിലെ 2 ക്ലാസിഫിക്കേഷനെ പിടിച്ച് അവർ മറച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഉള്ള ഓപ്ഷൻസ് ഇതാ ഇവിടെ തന്നെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ലേശം ഒരു വെളിച്ചം ഓവറായിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നു. പണ്ടത്തെ ടാലിയിലൊരു ഐ കംഫർട്ട് ഞാൻ ഫീൽ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മങ്ങിയ കളറ്, മങ്ങിയ ചിത്രം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ ഡേറ്റ്, കമ്പനി, കോൺട്ര, ഏത് ടൈപ്പ് ഓഫ് വൗച്ചർ ആണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കോൺട്രയിൽ നമുക്ക് പർച്ചേസ്, അതേപോലെ ക്രെഡിറ്റ് നോട്ട്, അതേപോലെ പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ കാണുന്നില്ല. കാരണം അത് പർച്ചേസ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് മാത്രമേ വരുള്ളൂ. നമുക്ക് ആദ്യം അത് വേണമെന്നുണ്ടെങ്കിൽ എഫ്ലാം ഫീച്ചറിൽ പോയി പിന്നെ നമുക്ക് പർച്ചേസ് റിട്ടേൺ യെസ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക പർച്ചേസ് റിട്ടേൺ കിട്ടുകയില്ലായിരുന്നു. പർച്ചേസ് ഓർഡർ, മെയിൻ്റെ ലൊക്കേഷൻ, ഡെബിറ്റ് നോട്ട് ഷോ, ഇത് വേണമായിരുന്നു. നമുക്ക് ഇനി പർച്ചേസ് റിട്ടേൺ ആയാലും ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു പർച്ചേസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജർ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സമയം വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. ബേസിക്കലി വന്ന മാറ്റങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് കമ്പനിയുടെ കുറേ കാര്യങ്ങൾ, അതായത് കുറേ ഏരിയകളിലായി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ടാലി പ്രൈം ഒരൊറ്റ സിംഗിളായിട്ടുള്ള ഒരൊറ്റ ഏരിയയിലേക്കാക്കി ക്രോഡീകരിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ സ്പീഡ് എനിക്ക് അത്രയ്ക്ക് വലിയ പിടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയി വരുന്ന സമയമൊക്കെ വളരെ ഡിലേ ആണ്. കാരണം തുടക്കത്തിൽ തന്നെ ഡാറ്റയൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും ഡിലേ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റയൊക്കെ വന്ന് ഒരു കമ്പനിയുടെ ലെവലിലെത്തുന്ന സമയത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഹാങ് വരിക, പൊതുവെ ടാലി നമുക്കിങ്ങനെ വലിയ വലിയ ഡാറ്റകളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാങ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലും എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടറിയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്കിനി അടുത്തൊരു വീഡിയോ ഇതിൽ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ നമുക്ക്